ഫോൺ വിളി വിവാദത്തിൽപ്പെട്ട് ശശീന്ദ്രൻ രാജിയായതോടെ തിരുവനന്തപുരത്ത് കൂലങ്കശമായ ചർച്ചയാണ് നടക്കുന്നത്. മന്ത്രിസ്ഥാനം ദേശീയ പാർട്ടിയായ NCPക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്ന് കോടിയേരി പറഞ്ഞതോടെ പാർട്ടിയുടെ രണ്ടാമത്തെ MLA ആയ തോമസ് ചാണ്ടി പറന്നിറങ്ങി. മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വയം ജലവിഭവ വകുപ്പ് മന്ത്രിയായ കുട്ടനാട് MLA ഇനിയിപ്പോൾ വേണമെങ്കിൽ ശരിക്കും മന്ത്രിയാവാൻ തയ്യാറാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ചിരകാല സ്വപ്നമാണ്. അങ്ങനെ അത് തീരുമാനിക്കാൻ NCPക്കാർ ഒത്തുചേർന്നു. ക്യാമറകളൊക്കെ നിരവധി ഉള്ളതുകൊണ്ട് നേതാക്കളൊക്കെ അലക്കിത്തേച്ച കുപ്പായമൊക്കെ ഇട്ട് അതിരാവിലെ തന്നെ എത്തിയിരുന്നു. ഇങ്ങനെ പരസ്പരം പഴിയാലാതെ ഇനി എന്ത് വേണമെന്നാണ് ആലോചിക്കേണ്ടത്. പക്ഷേ കൃഷ്ണകുമാർ നമ്മളോടൊപ്പം നിന്നാലേ നമുക്ക് ഭരിക്കാൻ പറ്റൂ. ഞാൻ ഇതിനെക്കുറിച്ച് അവനോടൊന്ന് സംസാരിച്ചു. അവൻ ഇങ്ങോട്ടൊന്ന് വരാമെന്ന് അർത്ഥസമ്മതം മൂളിയിട്ടുമുണ്ട്. വരണം വരണം മിടുക്കൻ എന്നോട് പിണക്കൊന്നുമില്ലല്ലോ. എന്തിന്? ഇത് പൊളിറ്റിക്സ് അല്ലേ? ഇവിടെ വേണ്ടത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ? നീ ഇരിക്കടാ. അങ്ങോട്ടിരിക്കേ. ഒരു MLA കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വരത്തില്ല. ഞങ്ങൾക്ക് 2 MLA ഉള്ളൂ. അപ്പോൾ വേറെ ചോയ്സ് ഇല്ല. പാർട്ടിയെ വഴി കളയാനൊക്കത്തില്ല. 10,000 കഷ്ടപ്പെട്ടാണ് ഞങ്ങളെയൊക്കെ MLA-മാരാക്കിയത്. അപ്പോൾ അവരെ ദുഃഖിപ്പിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കറിയാം, വിദേശത്ത് സ്കൂളുകളും ബിസിനസ്സും ഒക്കെ ഉള്ള ആളാണ്. പകുതി സമയം ഇവിടെയും പകുതിയിൽ കുറച്ച് സമയം അവിടെയും. പക്ഷേ ഇതിപ്പം വരേണ്ടി വന്നു. NCPയുടെ കയ്യിലിരുന്ന ഒരു വകുപ്പ് മാത്യു ടി തോമസിൻ്റെ കയ്യിലോ വേറൊരു മന്ത്രിയുടെ കയ്യിലോ കൊടുക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അത് നടത്താൻ പ്രാപ്തിയുള്ള ആളുകൾ MLA-മാരായിട്ട് തന്നെ ഈ പാർട്ടിക്കകത്തുണ്ട്. അത് വേറെ ആരുടെയും കയ്യിൽ കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് തൽക്കാലം വെക്കാം, വിരോധമില്ല. ഞാൻ ചോദിക്കുന്ന 6 മാസമോ 1 വർഷമോ അന്വേഷണം നീണ്ടെന്ന് വിചാരിച്ചു. ഈ വകുപ്പ് വേറെ ആരെങ്കിലും കൈവച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. പാർട്ടിക്കകത്ത് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ഇത് നടത്തിക്കൊണ്ടുപോകാന്ന് പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല. അതിന് പറ്റിയ MLA-മാർ NCPയിൽ ഉള്ളത് കൊണ്ട് അതവർ കൺസിഡർ ചെയ്യുമെന്ന് ഞങ്ങളുടെ വിശ്വാസം. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. ചെയ്യാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് കോടിയേരി പറഞ്ഞു കഴിഞ്ഞു. മന്ത്രിയാകണമെങ്കിലേ വകുപ്പിനെ കുറിച്ച് അറിയണം, പ്രവൃത്തി വരികയോ വേണം. ആരതൊക്കെ പഠിച്ചിട്ട് ഇവിടെ മന്ത്രിയാണത്? ദിവാരേട്ടൻ ഗതാഗത മന്ത്രിയായിട്ട് ഇരുന്നിട്ടില്ലേ? പണ്ടങ്ങോ ബസ്സിൽ കയറിയതാണോ പ്രവൃത്തി പരിചയം? വണ്ടി ഓടിക്കാൻ അറിയോ ദിവാരേട്ടന്? വേണ്ട. ആക്സിലേറ്റർ ക്ലച്ചും ബ്രേക്കും തിരിച്ചറിയോ? ഇല്ല. അങ്ങനെ യോഗം കഴിഞ്ഞു. ഇനി തീരുമാനമാണ്. അത് ഉഴവൂർ വിജയൻ തന്നെ പ്രഖ്യാപിക്കും. ഞങ്ങളുടെ മന്ത്രി രാജിവെച്ചപ്പോൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ട മന്ത്രിസ്ഥാനം ഞങ്ങളുടെ മറ്റൊരു MLA ആയ ശ്രീ തോമസ് ചാണ്ടിക്ക് നൽകണം എന്ന് പൊതുവായ അഭിപ്രായം യോഗത്തിൻ്റെതായി ഉയർന്നു വരികയും ആ അഭിപ്രായം കേന്ദ്ര കമ്മിറ്റിയെ അറിയിക്കുന്നതിനും ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു നാഷണൽ പാർട്ടി ആവുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ തീരുമാനം ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് അറിയിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഞങ്ങളുടെ തീരുമാനം അറിയിക്കുന്നതും അപ്പോൾ അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് പുതിയ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പണച്ചാക്കായ തോമസ് ചാണ്ടിയെ മന്ത്രിയാക്കണമെന്ന് NCP ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിന് കോടിയേരിയുടെ പിന്തുണയുമുണ്ട്. എന്നാൽ പിണറായി മുഖ്യൻ ഈ ആവശ്യത്തിൽ മറിച്ചെന്തെങ്കിലും പറഞ്ഞു കളയുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. തോമസ് ചാണ്ടിയെ പിണറായിക്ക് പെരുത്തിഷ്ടാണല്ലോ. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. NCP വീട്ടിൽ ഭാവി പരിപാടിയെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ തകൃതിയായി നടക്കുകയാണ്. അതിലേക്ക് കടക്കാം. ഞാൻ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അതൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ്. പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്നുള്ള നിലയിൽ അതിനും വളരെ ഉത്തരവാദിത്വമുള്ള ജോലികളുണ്ട്. അതുകൊണ്ട് ഞാൻ മന്ത്രിയാകുമ്പോൾ പാർലമെൻ്ററി പാർട്ടി ലീഡറായി ശ്രീ AK ശശീന്ദ്രൻ്റെ പേര് നിർദ്ദേശിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ KSRTC ആണ് വലിയ ഉത്തരവാദിത്വമാണല്ലോ. വലിയ ഭാരമല്ലേ, പിന്നെ സഹായിക്കാൻ ആൾ പുറകിലുണ്ടല്ലോ. KSRTC നിങ്ങൾക്ക് വളരെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചിട്ടാണ് ഇപ്പോൾ പുതിയ മന്ത്രിയെ അത് ഏൽപ്പിക്കാൻ പോകുന്നത്. കാരണം ധനമന്ത്രി തന്നെ KSRTCക്ക് പുതുജീവൻ നൽകുന്നതിന് വേണ്ടി ഇത്തവണത്തെ ബഡ്ജറ്റിൽ 3000 കോടി രൂപയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ
തോമസ് ചാണ്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ കോണിൽ നിന്നും നല്ല പിന്തുണയും നല്ല സഹായമാണ് കിട്ടുക. എന്നേക്കാൾ മെച്ചമായി തോമസ് ചാണ്ടിക്ക് KSRTCയെ നന്നാക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ശ്രീ തോമസ് ചാണ്ടി ഒന്നുമില്ലായ്മയിൽ നിന്ന് അത്ഭുതം കാട്ടിയ മനുഷ്യനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഈ രംഗത്ത് വിജയിച്ചിരിക്കും. KSRTC ലാഭകരമാകും. ഇനി ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒറ്റ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതിനും അദ്ദേഹത്തിന് ഒരു മടിയുണ്ടായിരിക്കും. ഏതായാലും ബാഗിൽ നിന്ന് ഇങ്ങോട്ടടിക്കുകയല്ല, അങ്ങോട്ടേ കൊടുക്കുകയുള്ളൂ. അതാ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഒരു പദവിയായിട്ട് അതിനെ കാണുന്നില്ല. ഭാരിച്ച ഉത്തരവാദിത്വം അത് ഏറ്റെടുത്ത് ആ വകുപ്പിനെ നേരെ കൊണ്ടുപോകാൻ എല്ലാവിധമായ ശ്രമങ്ങളും ജീവിതത്തിലെ 40 വർഷത്തിൽ കൂടുതലായി വിദേശത്തുമൊക്കെ ഉള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എങ്ങനെ ലാഭത്തിൽ പോകുന്നു എന്നുള്ളതും പഠിച്ചിട്ട് ഇവിടെ തീർച്ചയായും ശക്തമായ നടപടികളുമായി മുൻപോട്ട് പോകും. കേസ് കുറ്റമുക്തനായി തിരിച്ചു വന്നാൽ വീണ്ടും മന്ത്രി സ്ഥാനം ഒഴിഞ്ഞു നൽകും എന്ന് നേരത്തെ രാവിലെ അദ്ദേഹം രാവിലെ മുതൽ പറയുന്നത് ഇനി എന്നെ കൊണ്ടത് പറയിപ്പിക്കും. ആ ഒരു ഉടമ്പടി ഇന്നത്തെ മീറ്റിംഗിൽ ഇല്ല. ഇവിടെ മീറ്റിങ്ങിൽ ആ ഉടമ്പടിയില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങ് പറഞ്ഞതാ. അത് ആ പറഞ്ഞത് ചാനലിലെല്ലാം ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെയും പറയുന്നത് ഒരു ഒരു എന്താ ആവർത്തന വിരസത ഉണ്ടാക്കും. ശ്രീ AK ശശീന്ദ്രൻ തന്നെയാണ് തോമസ് ചാണ്ടി മന്ത്രിയാകണം എന്നുള്ള ആവശ്യം ആദ്യമായി ഈ യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നും കൂടി എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തൃപ്തിയായില്ലേ? ഇനി ഏത് വേഷം കെട്ടണം, എന്തഭിനയിക്കണം? നൊന്ത് പിടയുമ്പോഴും കരഞ്ഞില്ല, ചിരിച്ചു. ചെയ്തതെല്ലാം തെറ്റ്, ക്രൂരത. എന്ത് പ്രായച്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്? ഏത് അഗ്നിയിലാണ് ദഹിക്കേണ്ടത്? ഇനിയെങ്കിലും മതി വരുവോളം ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ നിനക്ക്? വിവാദ ഫോൺ വിളിയിൽ അന്വേഷണം തുടങ്ങിയാൽ അത് എത്ര കാലം കൊണ്ട് അവസാനിക്കുമാവോ? പിന്നെ ശശീന്ദ്രനെ താഴെയിറക്കാൻ വേണ്ടിയുള്ള ഒരു നാടകമായിരുന്നു ഇതെങ്കിൽ അതിൻ്റെ സത്യം വെളിച്ചത്ത് വരാതിരിക്കാനുള്ള അന്തർനാടകങ്ങൾ ഇപ്പോഴും തകൃതിയായി തുടരുന്നുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ സ്വന്തം സിനിമയുടെ ഭാഗങ്ങൾ പുറത്തായതറിയാത്ത മമ്മൂട്ടി.